ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള പഴവും, അത് നേന്ത്രപ്പഴം വേണമെന്നൊന്നുമില്ല, ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു പഴം വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ഒക്കെ ഓവനില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണെന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3 റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റെസിപ്പിക്ക് അത്യാവശ്യം പഴുത്ത പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴുപ്പ് കൂടിയ പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊന്ന് ഞരടി എടുത്താലും മതി. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആവേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാവുന്നതാണ് ഇതിന് നല്ലത്. അപ്പോൾ അതാ ഞാനിതൊന്ന് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിക്ക് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. നമുക്ക് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അതാ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. അത് മാറ്റി വയ്ക്കുക. ഇനി മറ്റൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 1/4 കപ്പ് ബട്ടർ എടുക്കണം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ എടുക്കാം. ഓയിൽ എടുക്കുമ്പം ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എടുക്കുക. ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് നെയ്യ് എടുക്കാം. ഇനി ബട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ടുള്ള ബട്ടർ എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. എന്നിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വിസ്കർ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ബട്ടറെല്ലാം ആ വിസ്കറിനകത്തോട്ട് കയറി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി സമയം എടുത്തു. അത് ഞാൻ അതിന് ശേഷം സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ ആ ഒരു 2 മുട്ട വേണ്ട എന്നുള്ളവർക്ക് 1 മുട്ടയായിട്ട് കുറയ്ക്കാം. ഇനി അതല്ല, 2 മുട്ട ചേർക്കുന്നതേ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അതിന് പകരം പാലുണ്ടല്ലോ, പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല്, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ള പാൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി ഈ മുട്ടയും ബട്ടറും പഞ്ചസാരയും ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഏലക്കയുടെ പൊടി ഒരു 1-2 നുള്ള് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മളിതാ ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പഴവും വെള്ളം കൂടെ ചേർത്തത്, അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പഴം മിക്സിയിൽ അടിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഭയങ്കര എന്താ പറയുക, ഒരു ജ്യൂസ് പോലെ ആയി പോകത്തില്ലേ. അപ്പോൾ അത് അങ്ങനെ പാടില്ല. നമുക്ക് പഴം അത്യാവശ്യം ഉടഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഒട്ടും തന്നെ പാല് ഈ ഒരു റെസിപ്പിയിൽ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ മുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ പൊടികളെന്ന് പറയുന്നത് ഞാൻ ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് പൊടികളും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിനകത്തോട്ട് ഒരിക്കലും പൊടികൾ ഇട്ടേക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു അരിപ്പ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പ് പൊടി ഞാനിപ്പോൾ ഇവിടെ 1 കപ്പും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 നുള്ളു ഉപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ്, നമ്മൾ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവ് എന്ന് പറയുന്നത് 1 കപ്പും 250 ml ഒരു കപ്പും അത് പിന്നെ 2 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ച് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ 2-3 തവണ അരിക്കണം എന്നുണ്ടെങ്കിൽ അരിക്കാം. പക്ഷെ അത് വേറൊരു പാത്രത്തിൽ അരിച്ചിട്ട് 2-3 തവണ അരിച്ചതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ പക്ഷേ ഇവിടെ 1 തവണ അരിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട്, ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കശുവണ്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് കേക്ക് പോലെയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്തോട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ചോക്കോ ചിപ്സ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ചോക്ലേറ്റ് ടേസ്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബാറ്റർ അല്പം തിക്കായിട്ടാണ് വേണ്ടത്, അല്ലാതെ ലൂസായിട്ടല്ല കേട്ടോ നമുക്ക് വേണ്ടത്. ഇതാണ് ആ കേക്കിൻ്റെ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓവനൊന്നും അല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ളൊരു സാധാരണ പാത്രമാണ്. അപ്പോൾ അതിന് മുൻപ് ഞാനൊരു കേക്ക് ടിന്നിലോട്ട് ഇതൊന്ന് മാറ്റുന്നുണ്ട്. കേക്ക് ടിന്നിലോട്ട് മാറ്റുന്നതിന് മുൻപ് നമുക്കിതിനകത്തോട്ട് അല്പം ഒന്നില്ലെങ്കിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അല്പം ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് തട്ടി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് തൂത്ത് കൊടുക്കണം. ഇത് ഞാൻ കേക്ക് ടിൻ എടുത്തേ ഉള്ളൂ, കാരണം ആ ഒരു ഷേപ്പൊക്കെ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നമുക്കത് വെച്ച് ഉണ്ടാക്കാം, സ്റ്റീൽ പാത്രത്തിലോ ഗ്ലാസിൻ്റെ പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള ഈ പൊടി ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പൊടിയൊക്കെ തട്ടി ഇതുപോലെയൊക്കെ ഒന്ന് പൊടി ചെറിയൊരു പൊടിമയം അത്രയേ ഉള്ളൂ, നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ അറിയാം, കണ്ടോ, ഇങ്ങനെയാണ്, ഇച്ചിരി തിക്കായിട്ടാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സ്പാച്ചിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു സ്പൂണിൻ്റെ പുറകിൽ ഒരു സ്പൂൺ എടുക്കുക, ടേബിൾ സ്പൂൺ, അതിൻ്റെ പുറകിൽ അല്പം ബട്ടറോ അല്പം ഓയിലോ ഒന്ന് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മേലെ ഇതുപോലെ ഒരു പഴം എടുക്കുക, മറ്റൊരു പഴം എടുക്കുക, ആ പഴം നടുവേ ഒന്ന് കീറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ലൈസ് ആക്കുന്നോ അത്രയും കനം കുറച്ച് സ്ലൈസ് ആക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ മേലെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതൊരു ഭംഗിയാണ് കാണാനും, പിന്നെ മാത്രമല്ല അത് കഴിക്കാനും ഇച്ചിരി സ്വാദും കൂടിയാണ്, ഇടയ്ക്ക് ഒരു പഴമൊക്കെ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ വെക്കേണ്ടത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഈ ഒരു പഴം വെക്കാതെ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അതുപോലെ തന്നെ അല്പം പഞ്ചസാര ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഈ പഴത്തിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കാരമലിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ചൂട് കൊള്ളുമ്പം അല്ലെങ്കിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാര എല്ലാം ഉരുകി പഴത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഒരു കാരമൽ ടേസ്റ്റ് വരും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക, അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇതൊരു പഴയൊരു പാത്രമാണ്, ഞാനിതൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ചൂടുണ്ട് പാത്രത്തിന്. ഇനി ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു വയർ റാക്കോ അല്ലെങ്കിൽ ഒരു വയർ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പോ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബാറ്റർ വെച്ചിരിക്കുന്നത് അത് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നമുക്കിതിനകത്തോട്ട് ഇപ്പം നിങ്ങൾ എടുക്കുന്ന അടപ്പിന് മൂടിക്ക് ഇതുപോലെ ഒരു ഓട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണെങ്കിൽ അതിനകത്തോട്ടൊരു പേപ്പറൊക്കെ ഒന്ന് തിരികെ വെക്കണം കേട്ടോ, അതൊരു ഓവൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 45 മിനിറ്റാണ് എടുത്തിരുന്നത്, ഞാൻ സമയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 45-ാമത്തെ മിനിറ്റിലാണ് ഞാനിപ്പോൾ തുറന്ന് നോക്കിയത്. അതിനിടയ്ക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കൊന്ന് കുത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പം, പക്ഷെ അന്നേരം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിനകത്തോട്ടൊരു സ്ക്യൂവർ വെച്ചിട്ടോ ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ടോ ഒന്ന് കുത്തിയെടുക്കാം. അപ്പോൾ വളരെ നീറ്റായിട്ട് ഒട്ടിപ്പിടിക്കാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനകത്തൊക്കെ വെന്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒട്ടിപ്പിടിക്കാതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക്. കണ്ടോ, നിങ്ങൾക്ക് ഞാൻ തൊടുമ്പോൾ കാണാം. പിന്നെ നമ്മൾ എടുത്തിരുന്ന പഴം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു കാരമലിൻ്റെ ഒക്കെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്പാച്ചൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. കാരണം നമ്മളിതൊന്ന് മറിച്ചിടാൻ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് അത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കേക്ക് ടിന്നാണെങ്കിലും ഇച്ചിരി നല്ലൊരു എണ്ണമയം പോലുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചില്ല കേട്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഞാൻ കേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്, നോക്കിക്കേ, നല്ല എന്താ പറയുക, നല്ലൊരു പ്ലം കേക്കിൻ്റെ പോലെയൊക്കെയാണ് കാണാനൊക്കെ ഇരിക്കുന്നത്.
അപ്പോൾ നല്ല സ്പോഞ്ചുമാണ്, നല്ല സോഫ്റ്റാണ്. ഇതാ നിങ്ങൾക്ക് കാണാം, എൻ്റെ കൈ വിരലൊക്കെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഗോതമ്പ് പൊടിയും അതുപോലെ പഴം എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാ പറഞ്ഞത്, നേന്ത്രപ്പഴം, റോബസ്റ്റ പഴം, ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പാളയംകോടൻ പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് എന്താ പറയുക, ഇത് ഫാസ്റ്റിലൊന്നും അല്ല കേട്ടോ ഞാൻ ഇത് മുറിച്ചെടുക്കുന്നത്, വളരെ പതുക്കെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പം അത്രയും സോഫ്റ്റായിട്ട് പോരും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡിയാണ്, ബനാന കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറമേക്കാണെന്നുണ്ടെങ്കിൽ നന്നായി മുരിഞ്ഞ് നല്ലൊരു ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.